അല്ല, അതൊക്കെ ഞാൻ ഇതിലൊരു കാര്യം പറയാം. നേരത്തെ ഒരു ട്രൈബൽ പയ്യൻ ഈ ഓട്ടത്തിനിടയിൽ മരിച്ചു. അപ്പോൾ ഈ ശാരീരിക ക്ഷമത കമാൻഡോ ഓപ്പറേഷൻസിന് പോകുന്നതായിരിക്കുന്ന ആളുകൾക്കുണ്ടാകും. പക്ഷേ അവിടെയും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം മിനിമം ഉണ്ടാവണം. ആ സമീപനം എന്തുകൊണ്ട് അവരെടുത്തില്ല? ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്കെതിരായി നടന്നിട്ടുള്ള വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി തികഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടെ നടക്കുകയാണ്. അത് ഗൗരവമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. പോലീസിൻ്റെ റിഫോംസ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ റിഫോംസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സ്ട്രെങ്ത് ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയതായിരിക്കുന്ന പ്രഷറും ബുദ്ധിമുട്ടും സഹിക്കുക വയ്യാതെ പോലീസുകാരുടെ ആത്മഹത്യ ലിസ്റ്റ് ഓരോ ദിവസവും പെരുകയാണ്. ഒരു ആദിവാസി യുവാവിനെ കെട്ടിവലിച്ചിരിക്കുകയാണ് വയനാട്ടിൽ. ഒരു തർക്കം, വിനോദസഞ്ചാരികളുടെ തർക്കത്തിൻ്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം? ഞാൻ എൻ്റെ നിയോജകമണ്ഡലം കൽപ്പറ്റയിൽ അറൗണ്ട് 20% വരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി വയനാടിൻ്റെ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ അവകാശികൾ. അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രശ്നത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചതിലേക്ക് വരാം. ഞാനന്ന് മാനന്തവാടി പോയി. ചില ആളുകളും അവിടെ ഉണ്ടായിരുന്നു. 3 ആദിവാസി കുടുംബത്തെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തെ വീട് പൊളിച്ച് അവരെ പെരുവഴിയിലാക്കി. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ഫോറസ്റ്റ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് നടത്തി അവരെ ഫോറസ്റ്റ് ഡോർമെട്രിയിലേക്ക് അവരെ താമസം മാറ്റി ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കാനുള്ള നടപടികളെടുത്ത് അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ആദിവാസികളായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകൾ പൊളിക്കാൻ ആരാണ് ഫോറസ്റ്റിന് അധികാരം കൊടുത്തത്? അപ്പോൾ ഈ നടപടി എടുത്തപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ന്യായീകരണ പത്രിക പിന്നീട് പുറത്തിറക്കി. അപ്പോൾ ന്യായീകരണം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർ ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കുടപിടിക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നടന്നിട്ടുള്ളത് ബഹുമാന്യനായ കേളുവേട്ടൻ്റെ മണ്ഡലത്തിൽ, മന്ത്രി ട്രൈബൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുടെ മണ്ഡലത്തിലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. നേതൃത്വം കൊടുത്തത് അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈ സാഹചര്യം ഒരു പ്രശ്നം അന്ന് ഞങ്ങളൊക്കെ ഓടിയെത്തി ഈ പ്രശ്നം പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. സർക്കാരിൻ്റെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണെന്ന് പറഞ്ഞു, മന്ത്രിയെ വിളിച്ചു. ഇന്നുണ്ടായിട്ടുള്ള സംഭവം ആദിവാസികളായ ആളുകളെ ഏത് രീതിയിലും മനുഷ്യാവകാശ ലംഘനത്തിലൂടെ ക്രൂരമായി കൈകാര്യം ചെയ്യാം ഈ ഭരണത്തിൻ്റെ കീഴിൽ എന്നുള്ള മെസ്സേജാണ്. ഇത് വളരെ വേദനിക്കുന്ന ഒന്നാണ്. മധുവിൻ്റെ മരണം നമ്മുടെ മുമ്പിൽ വളരെ വൈകാരികത മുറ്റി നിന്നതായിട്ടുള്ള നിരാശനായി നിൽക്കുന്ന മധുവിൻ്റെ മുഖമുണ്ട്. സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആദിവാസികളായിട്ടുള്ള ആളുകളെ വലിച്ചിഴയ്ക്കാം, അവരുടെ വീട് പൊളിക്കാം, അവരെ ഏത് രീതിയിലും ട്രീറ്റ് ചെയ്യാം എന്നുള്ള സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി എടുക്കണം. ഉണ്ടാകാൻ പാടില്ലാത്തതായിട്ടുള്ള ക്രൂരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള പ്രവർത്തനം ആദിവാസി സമൂഹത്തിനെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണത്തിൽ. ഞാനൊരു കാര്യം പറയുന്നു, ഭരണമെന്ന് പറയുന്നത് ബോധപൂർവം രാഷ്ട്രീയം പറയല്ല. അന്നുണ്ടായത്, അതിന് മുമ്പുണ്ടായത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ആദിവാസി സഹോദരനായിട്ടുള്ള വിശ്വനാഥൻ കോഴിക്കോട് ഗർഭിണിയായിട്ടുള്ള ഭാര്യ, ആ ഭാര്യയെ ട്രീറ്റ് ചെയ്യാൻ മേപ്പാടിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രീറ്റ് ചെയ്യാൻ പോയി. ആളുകളെ പരസ്യ വിചാരണ നടത്തി. ആളുകൾ ചോദിച്ചത്, നിൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് പണം എന്നാണ്. ആദിവാസികളുടെ കയ്യിൽ പണം ഉണ്ടാകാൻ പറ്റില്ല. എന്താ ഈ സമൂഹത്തിലെ കുറച്ച് ആളുകളുടെ ചിന്ത എന്താ? എന്നിട്ട് ആ പയ്യനെ പരസ്യ വിചാരണ ചെയ്തു, അവനെ വിശ്വനാഥനെ. അവസാനം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം പിറന്ന കുഞ്ഞിൻ്റെ മുഖം പോലും കാണാൻ സാധിക്കാതെ ആ പയ്യൻ ആത്മഹത്യ ചെയ്തു, വിശ്വനാഥൻ. ഒരാൾക്കെതിരെ ഈ ഗവൺമെൻറ് നടപടിയെടുത്തു, ഒരാൾക്കെതിരെ നടപടിയെടുത്തില്ല. നടപടിയെടുക്കില്ല ഇവർ. ഈ ഗവൺമെൻറ് കീഴിൽ ആദിവാസി സമൂഹത്തിനെതിരായിട്ടുള്ള ക്രൂരത വർദ്ധിക്കുന്നു, മനുഷ്യാവകാശ ലംഘനം വർദ്ധിക്കുന്നു, ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ പ്രശ്നം
ഗൗരവമായി അസംബ്ലിയിൽ ഉൾപ്പെടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻപിൽ ഉൾപ്പെടെ നിയമ നടപടി ഉൾപ്പെടെ ഇതിലാലോചിക്കും.